ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പം നമ്മൾ നോമ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ. ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ആകെ ഇനി 3-4 ദിവസമല്ലേ ഉള്ളൂ. 24ആയി. അപ്പം ഞാൻ വിചാരിച്ച് രാത്രി നന്നാക്കാൻ. അപ്പം അത്യാവശ്യം സാധനങ്ങളും ഇപ്പോൾ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജാണ് നന്നാക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് മൊത്തം എല്ലാം ഒന്ന് വലിച്ചിട്ടിട്ട് ഫുള്ളൊന്ന് ആദ്യം ക്ലീൻ ആക്കണം. സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒന്ന് അൽമാറൊന്ന് എല്ലാം ഒന്ന് അൽമാറയിൽ പിന്നെ അപ്പം നമ്മൾ ഫ്രിഡ്ജ് നന്നാക്കാൻ പോകണം ആദ്യം തന്നെ. അപ്പം എനിക്ക് പകലൊന്നും സമയമില്ല. ഇതേപോലെ രാത്രി വന്നിട്ടാണ്. ഇപ്പോൾ രാത്രി 9:30 മണിയായി. അപ്പോഴാണ് ഫുള്ള് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം കേട്ടോ. അപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ ഇന്ന് കിച്ചനും പിന്നെ ഞാൻ എല്ലാം അലക്കി ഉണക്കി വെച്ചിന്. നമ്മൾ ഇവിടെ മേശപ്പുറത്ത് പിരിക്കുന്നതും ചവിട്ടിയും കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ അലക്കി അതെല്ലാം വൃത്തിയാക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ പണിയൊന്നും ഇല്ല. അപ്പം ഫ്രിഡ്ജെല്ലാം നന്നാക്കി ആകെ കിച്ചണിൽ കുറച്ച് പണി ഉണ്ടാവും. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്ര കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ച ഞാൻ ഇതേപോലെ എല്ലാം വലിച്ചിട്ട് ക്ലീൻ ആക്കുന്നതാണ്. അപ്പം ഫ്രിഡ്ജ് ഞാൻ കുറേ ആയി നന്നാക്കിയിട്ട്. അപ്പോൾ ഫുള്ള് സാധനമാണ്. അപ്പം ഞാൻ എല്ലാം ഒന്ന് എടുത്ത് കാണിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ? എനിക്ക് പേടിയാണ്. അത് എവിടെ പോയാലും എനിക്ക് പേടിയാണ്. ഫ്രിഡ്ജ് നന്നാക്കും. ഞാൻ സ്വിച്ച് ഓഫാക്കി വയറ് വലിച്ചു വിടും കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ അടിച്ചിട്ടതാ. ഞാൻ അഞ്ചച്ചിൻ്റെയോട് വർക്ക് ചെയ്യുമ്പോൾ അടിച്ച് തെറിപ്പിച്ചിട്ടതാ. അതോടെ എനിക്ക് പേടിയാ കറണ്ടിൻ്റെ. അപ്പോൾ ഇതെല്ലാം ഓഫാക്കി ഇതാ ഈ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്താതെ ടേബിളുമ്മ വെച്ച് ഫുള്ള് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്താക്കുക എല്ലാം നമുക്ക് ഇതാക്കി വെക്കുക. എടുത്തിട്ട് ഞാൻ നമ്മളെ ടേബിളുമ്മ വെക്കും കേട്ടോ. അപ്പൊ നോക്കും എല്ലാം ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇഷ്ടമാതിരി സാധനം ഉണ്ട് കേട്ടോ. കണ്ട ചോക്ലേറ്റും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം വാങ്ങിയതാണ്. ഇതൊന്നും വാങ്ങിയതല്ല. ഇതെല്ലാം എനിക്ക് അറബി വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. മുട്ടെല്ലാം കൊണ്ടുവക്കാം. എനിക്ക് സാധനങ്ങളെല്ലാം കുറെ കിട്ടും കേട്ടോ. എന്നാലും ഞാൻ ഒരാൾക്ക് ഒരു ഫാമിലിക്ക് കുറെ മട്ടനും ഓയിലും എല്ലാം കൊടുത്ത്. ഞാൻ ആർക്കെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കണം. നമ്മളെ ഉണക്കമീൻ കഴിഞ്ഞു. ഞാനിതെല്ലാം എടുത്തു വെക്കട്ടെ. അപ്പൊ കാണുന്നുണ്ടല്ലേ എല്ലാം ഒഴിവാക്കി കേട്ടോ. ഫ്രിഡ്ജ് ഫുള്ള് ഒഴിവാക്കി. പക്ഷെ മേലത്തെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ താഴെ എപ്പോഴും ഞാൻ താഴെ ഫുള്ള് വൃത്തിയായി സെറ്റാക്കിയിട്ടേ മേലെ ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇത് നോക്കി ഇത്രയും നമ്മളെ ഫ്രിഡ്ജിന്റെ സാധനമാണ്. ഫ്രിഡ്ജ് നമ്മൾ വിചാരിക്കും സാധനം ഇല്ലാന്ന്. കണ്ട ഇത്രയും ഫ്രിഡ്ജിന്റെ ഉള്ളത്തെ സാധനമാണ്. അപ്പൊ ഇതെല്ലാം ഇനി ഒന്ന് സെറ്റാക്കി വേണ്ടാത്തെല്ലാം കളഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്ക് എന്താക്കാം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ മെനക്കെട് ബാത്റൂമും കിച്ചനും ഈ ഫ്രിഡ്ജൊന്ന് നന്നാക്കിയാൽ ഇന്നത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്യൂട്ടാ. അപ്പൊ ഞാനിതാണ് എന്റെ ഫ്രിഡ്ജ് അത്ര വൃത്തിയൊന്നും ആവില്ല. അപ്പൊ എനിക്കിതൊന്നും എടുത്തിട്ട് കഴുകേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാ മതി. അപ്പൊ ഞാനിതാ കണ്ട നല്ല സോപ്പ് കലക്കി ചൂടുവെള്ളത്തിലാണ് കേട്ടാ. അപ്പൊ ഞാൻ നന്നായിട്ട് ഒന്ന് മുക്കി തുടക്കുകയുള്ളൂ. പിന്നെ നല്ല കച്ചറുള്ളത് കൊണ്ടുപോയിട്ട് കഴുകുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വെറുതെ ഒന്ന് തുറക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫ്രിഡ്ജ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കിച്ചൺ ആണെങ്കിലും ഇതാണെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വലിച്ചിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയാൽ നമുക്കിപ്പോ ഇങ്ങനെ എപ്പോഴും മെനക്കെട്ട പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ജോലി സ്ഥലത്താണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കിച്ചണെല്ലാം വലിച്ചിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിടും കേട്ടോ. അതേപോലെ ബാത്റൂം അവിടെ രണ്ട് ബാത്റൂം ഉണ്ട്. പുറത്ത് ഒരു ബെഡ്റൂമിലല്ലാത്ത സ്ഥലത്ത് ഒരു 3 ബാത്റൂം, ഒരു ചെറിയ ബാത്റൂമുള്ള. അപ്പൊ ഞാൻ 2 ദിവസം കൂടുമ്പോ അവിടെ മൊത്തം ചുമരെല്ലാം തേച്ചു. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മെനക്കെട് ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ റൂമിലാണെങ്കിലും ഞാൻ ഫുള്ള് ഇതാ കണ്ട വൃത്തിയിലൊക്കെ എടുക്കുന്നു. എന്നാലും നമ്മളൊന്ന് നോമ്പല്ലല്ലേ ഒന്ന് തുടച്ചിടണം. അപ്പൊ ഞാൻ പറഞ്ഞല്ല സോപ്പും വെള്ളത്തിൽ നല്ല കളിക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം തുടച്ച് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ അടിയത്തെ തട്ട് കഴിഞ്ഞു കേട്ടോ. ഇതൊന്നും കണ്ടത് നമുക്ക് കഴുകാനൊന്നും ഇല്ല. ഞാൻ അവിടെ സെറ്റാക്കി വെച്ച് ഞാൻ ഓരോന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യമെല്ലാം
ഇത് ഉണക്കമീനാണ്. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഒന്നിലിട്ടേക്കുക. അപ്പൊ കുറെ സ്ഥലം നമുക്ക് കിട്ടും. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക. ഇത് കുറച്ച് ഉണക്കമീന് കഴിഞ്ഞു കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കലാണ്. അപ്പൊ ഇതിലും ഉണ്ട് 2 കഷ്ണം. ബാക്കിയെല്ലാം കഴുകി വെച്ചാല് അതും കഴിഞ്ഞു. പേപ്പർ ഇട്ടിട്ട് വെച്ചതാ. കണ്ടോ, ഇത്ര ഉണക്കലേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ ഇൻഷാ അള്ളാ പഠിച്ചവൻ്റെ വിധി ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോകും. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണക്കാം. അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നൊന്നുമില്ല. അപ്പൊ ഇത് എടുത്തേക്കട്ടെ. ഇപ്പൊ നമ്മൾ താഴെ അത് ഫുള്ള് ക്ലീൻ ആക്കി കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഇടയ്ക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഫ്രിഡ്ജ് പണിയില്ല. എന്നാലും ഞാൻ നോമ്പല്ലല്ലോ വരുന്നത്. ചോറാണ്. എല്ലാം ഇതാ ക്ലീനാക്കി സെറ്റാക്കി. ഞാൻ ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളും സെറ്റാക്കി വെക്കുക കേട്ടോ. ഇഞ്ചി തക്കാളി ഉള്ളി വരെ ഞാൻ ഇതിലെ വെക്കുക. പിന്നെ അടിയിൽ പച്ചക്കറി, കുറച്ച് ഈത്തപ്പഴം എല്ലാം ഉണ്ട്. ഇവിടെ ചോക്ലേറ്റ് കാര്യങ്ങൾ, ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഇത്. കണ്ട, മുട്ടെല്ലാം അവിടെ സെറ്റാക്കി ബാക്കി അവിടെ വെച്ച് ഇനി ബാക്കി മുകളിൽ നന്നാക്കാൻ പോവുക. അപ്പൊ നമ്മളെ ഫ്രിഡ്ജ് നന്നാക്കല് കഴിഞ്ഞു. ഫ്രിഡ്ജ് നന്നാക്കല് മേലും കഴിഞ്ഞു കേട്ടോ. സൈഡെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോ നാളെ കിച്ചണെല്ലാം കഴുകുള്ളൂ കേട്ടോ. ഓരോ ദിവസം ഓരോന്നേ ചെയ്യും. ഇനി 4 ദിവസം ഉണ്ടല്ലോ. ഇപ്പൊ നാളെ ബ്ലാങ്കറ്റ് ഒന്ന് അലക്കാൻ കൊടുക്കണം. ഫുള്ള് സൈഡിൽ ചിക്കൻ തന്നെ ഉള്ളൂ കേട്ടോ. മീനില്ല. പിന്നെ ഫുള്ള് വൃത്തിയാക്കിയതാ. അപ്പൊ നമുക്ക് പകൽ എന്തായാലും സമയം ഉണ്ടാവില്ല. ഇന്നലെ വന്നിട്ട് ഒരുപാട് നേരമായിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഓരോന്ന് എടുത്തില്ലെങ്കിൽ ദിവസങ്ങൾ അങ്ങ് പോകും, നോമ്പ് അങ്ങ് തുടങ്ങുന്നു. അപ്പൊ ഇന്ന് ഫ്രിഡ്ജിന്റെ കഴിഞ്ഞ് നാളെ കിച്ചൺ നന്നാക്കും. പിന്നെ അത്ര പണിയൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് പിരിച്ചിട്ടാൽ മതി. ഞാൻ എല്ലാം അലക്കി വെച്ചിന്. അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസമാണ് ഓരോന്ന് എടുക്കേട്ടോ. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അൽമാറയും കൂടി ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ നിർത്താന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് പിന്നെ എന്താ പറയാ, ഇതെല്ലാം ഒന്ന് മാറ്റാട്ടോ. ഇത് ആരെങ്കിലും ചേച്ചിയെല്ലാം വരുമ്പോ എടുക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് മാറ്റി വേറൊരു തലയണറട്ടാ. പിന്നെ ഇത് നിസ്കാരക്കുപ്പായാണ്. ഇതൊന്ന് മാറ്റി മേലെല്ലാം തുടക്കാം. അപ്പൊ ഞാൻ മേലെ എടുത്തു വെക്കല്. അപ്പൊ ഞാന് ഇതെല്ലാം അലക്കിയതാട്ടോ. ഇന്നലെ എല്ലാം അലക്കി വെച്ച അലക്കാനുള്ളതെല്ലാം അലക്കിയില്ല. ഉള്ളൊന്ന് നന്നാക്കണ്ട. ഉള്ളെല്ലാം തുടച്ച് ഒന്നും ക്ലീനാക്കാൻ ഉണ്ടാവില്ല. എന്നാലും നമ്മള് വെറുതെ ഒന്ന് തുടക്കുക. മേലെ തുടച്ച് പേപ്പർ ഇട്ടാണ്. അപ്പൊ അവിടെ ഒന്നും കൂടി വേണമെങ്കിൽ മേലെ കൂടി ഒന്ന് തുടക്കാം. എന്റെ വെച്ചോ ഫ്രിഡ്ജിന്റെ മേലെ ഒന്ന് തുടച്ചിട്ടാ. അപ്പൊ അത് കഴിഞ്ഞു. എന്റെ വെച്ചോ കാല് ഭയങ്കര വേദന. ഇനി നമ്മള് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇതിന് മേലെ പിരിക്കാനെല്ലാം അലക്കിട്ടീന്. അപ്പൊ പറയലൊന്നും ചളിയില്ല. ഇപ്പൊ പിരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം എടുക്കട്ടെ. അതെല്ലാം വൃത്തിയാക്കി ഇനി ഇതും കൂടി ഒന്ന് വൃത്തിയാക്കാം. അപ്പൊ നമ്മളെ ഇവിടുത്തെ പകുതി ഇതെല്ലാം കഴുകണം കേട്ടോ. ഇതിലുള്ള മരുന്നു, ചുമന്റെ മരുന്നു അന്ന് നിങ്ങൾ കണ്ടില്ല. ഭയങ്കര ചുമയില്ലായിരുന്നു. നാട്ടിൽ നിന്ന് വരെ ഒരു പെണ്ണിന്റെ ഫ്രണ്ട് കൊണ്ടു തന്നത് എന്റെ ചുമ കൊണ്ട്. അപ്പോ അതും കൂടി എടുത്തു വെക്കട്ടെ. നമുക്ക് മടിച്ചാലെന്താണ് ഇന്ന് നാളെ പറഞ്ഞാല് ദിവസങ്ങൾ പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജ് മാത്രം നന്നാക്കും, ബാക്കി നാളെ നന്നാക്കാന്ന് വിചാരിച്ചതാണ്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ മൊത്തം കഴിഞ്ഞാൽ നാളെ കിച്ചണും ബാത്റൂമും ഉണ്ടാവുള്ളൂ. ബാത്റൂമ് പിന്നെ ലാസ്റ്റ് പോകുള്ളൂ.
നമ്മളെ തുടച്ച് അതൊന്ന് ഡിഷ് കൊണ്ട് തുടച്ചിട്ടാ. ഇനി ഞാന് ഇതിന്റെ മേലെ ഇതാ വിരിക്കല് കേട്ടോ. ഇതെല്ലാം അലക്കിയതാണ്, കണ്ട എല്ലാം അലക്കി. ഇത് പഴയ മുസല്ലേ. ഇതിങ്ങനെ പിരിച്ചാല് നമുക്ക് വൃത്തിയിൽ നിൽക്കുമല്ലോ. വൃത്തിയായില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ 2 ചെടി ഉണ്ട് കേട്ടാ. ഇത് കുറേ വർഷം അതിൻ്റെ കൂടെ. ഈ ചെടി ഇവിടെ നോക്കട്ടെ. ഈ ചെടി 2 ചെടിയുണ്ട്. ബാക്കിയെല്ലാം കഴുകിയിട്ട് എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് അത് കഴുകിയിട്ട് അപ്പൊ അത് നല്ല കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡിഷ് വെച്ചിട്ട് നല്ല വെള്ളമെല്ലാം കളയുക. അത് കഴിഞ്ഞ് ഇനിന്റെ 2 കണ്ണാട. നിങ്ങൾക്ക് അറിയാലോ എന്റെ കണ്ണാട. ഇതിവിടെ തൂക്കിയിടല്ല കേട്ടോ. അതൊന്നും. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതും കഴിഞ്ഞു കേട്ടോ. എന്താ ചെടി ഇവിടെ വെച്ച് ഇതെല്ലാം പിരിച്ച് ഇതെല്ലാം ക്ലീൻ ആക്കി. എൻ്റെ 2 കണ്ണട. പിന്നെ ഇത് ഇതാ ഗുളികകൾ തന്നെ കേട്ടോ. ഇത് മരുന്ന്, എണ്ണ, ഗുളിക. പിന്നെ ഇതോടെ വെച്ചു. വൃത്തിയായില്ലേ? അപ്പൊ ഈ പരിപാടി കഴിഞ്ഞ് അതവിടെ വിരിച്ചു. ഉണ്ടോ? ഇതിവിടെ വിരിച്ചു. ഇതെല്ലാം വെച്ചു. എൻ്റെ ബാഗ് തോർത്ത് അങ്ങനെ വെച്ചു. അൽമാറെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇത് ലാസ്റ്റ്. ഇപ്പൊ നമ്മള് കിച്ചൺ നന്നാക്കാൻ വന്നിട്ട്. അപ്പൊ കിച്ചണിലേക്ക് ഞാൻ ആദ്യം ഈ ഒരു സ്റ്റാൻഡില്ല ഇതാണ് നന്നാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒന്ന് പുറത്തെടുത്ത് ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇത് അതിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് വെക്കാം. പേപ്പറെല്ലാം ഒന്ന് ചേഞ്ച് ആക്കി. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ പേപ്പറില് ഇതാക്കി വെക്കും കേട്ടോ. അപ്പൊ ഞാനിതെല്ലാം പാൽക്കുപ്പിയാണ് കേട്ടോ. പാൽക്കുപ്പിയിലാണ് എല്ലാ സാധനവും ഇട്ട് വെക്കുന്നത്. നല്ല പൊടി ഉണ്ടാവും കണ്ട. നമ്മളെങ്ങനെ നോക്കിയാലും പൊടി ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്ത് വെക്കട്ടെ. ഞാൻ എന്താന്ന് പറഞ്ഞാല് എല്ലാം മൊത്തത്തിൽ എടുക്കൂല കേട്ടോ. ഇതിപ്പോ അതാ ഓരോ കട്ടും കഴിഞ്ഞ് അതിൻ്റെ ആ സ്ഥാനത്ത് വെച്ചിട്ട് പിന്നെ എടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ഒന്നായിട്ട് എടുത്ത് വലിച്ച് ഇടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ പേപ്പർ തന്നെ വെച്ചു. പേപ്പർ വേറെ പേപ്പർ എടുത്തിട്ട് വരട്ടെ. ഞാൻ വെച്ചാൽ അതേ കച്ചറായിപ്പോ ഇത് നമ്മൾ ഓഫറിന്റെ പേപ്പറാണ്. ഇങ്ങനെ എടുത്തു തുറന്നാലും നമുക്ക് ഇങ്ങനത്തെ ഉപകാരങ്ങളുണ്ട്. അപ്പൊ ഇതൊന്ന് തിരിച്ച് സെറ്റപ്പ് ആക്കട്ടെ. വൃത്തിയില് തിരിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഇതെല്ലാം ഇത് ഞാൻ പറഞ്ഞില്ലേ തുടക്കാനേ ഉള്ളൂ. കണ്ട ഉള്ളെല്ലാം നല്ല വൃത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ അധികം 1-2 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോ ഫുള്ള് ക്ലീൻ ആക്കും. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് തുടച്ച് വെക്കട്ടെ. ഞാൻ എല്ലാം തുടച്ച് വെച്ചു കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് താഴത്തെ വലിച്ചിടാം. എല്ലാം ഇത് ഒന്നായിട്ട് വലിച്ചിട്ടിട്ട് കാര്യമില്ല. പെട്ടെന്ന് പരിപാടിയായി. പിന്നെ ഇതൊന്ന് കഴുകേണ്ട കാര്യമില്ല. നമ്മളിത് എന്താണെന്ന് പറഞ്ഞാല് നമ്മള് നോമ്പിനൊരു ക്ലീൻ ആക്കലാണല്ലോ. അത് ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. അതാ എല്ലാം ഒന്ന് തുടച്ചെടുക്കുക.
തുടക്കുക, പേപ്പർ വിരിക്കുക, തുടച്ചു. ഇതേപോലെ ഞാനെല്ലാം ക്ലീൻ ആക്കി വെക്കട്ടെ. അല്ല വീഡിയോ കുറെ. ഇപ്പൊ നമ്മള് അടിയെല്ലാം തുടച്ച് ഇത് ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടോ. ഇനി ഈ ഒരു ടച്ചില്ല, അത് കഴിഞ്ഞ് ഇനി നമ്മള് മേലത്തെ വലിച്ചിടാൻ പോവാണ്. ഇനി മേലത്തെ വലിച്ചിടട്ടെ. മേലത്തെ എല്ലാം വലിച്ചിടുക. ഇതെല്ലാം വലിച്ചിട്ട് ഞാൻ അത് തുടച്ച് നന്നാക്കണം. അപ്പൊ ഇതൊന്നും ഞമ്മക്ക് എന്താക്കരുത്, പിന്നെ നമുക്ക് പൊക്കല്ലാത്തോണ്ടേ എത്തൂല കേട്ടോ. ഇനി ഇതെല്ലാം തുടച്ച് വെക്കട്ടെ. നാട്ടിലെടുക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഇടിക്കാത്ത സാധനങ്ങളെല്ലാം എപ്പോഴും എടുക്കുന്ന സാധനം ഇങ്ങനെ ഈ സൈഡിൽ വെക്കോ, ഇടിക്കാത്ത സാധനം എല്ലാം ബാക്ക് സൈഡിൽ വെക്കോ കേട്ടാ. അപ്പൊ നമ്മള് മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യോ, പിന്നെ ഇതേപോലെ തില്ലത്ത് കൊടുക്കും. ഒന്നാമത് എനിക്ക് എത്തൂല, അത് വേറെ ഇഷ്യൂ. എല്ലാം തുടച്ചിട്ട് നമുക്ക് വെക്കും. ഹലോ, അവന്റെ നാളെ പരിപാടി കട്ടാക്കിക്കോന്നാല് കട്ടാക്കിക്കോ. അപ്പൊ ഞാന് ഇതെല്ലാം വലിച്ചിട്ടോ. അപ്പൊ ഇതെല്ലാം വലിച്ചിട്ട് ഇതെല്ലാം ഇവിടെ എല്ലാം തുടച്ച് ഇനി ഓരോന്ന് സെറ്റാക്കി വെക്കട്ടെ. ഇത് ഫുള്ള് കഴുകാനാ. അപ്പൊ ആദ്യം ഒന്ന് കഴുകാനുള്ളത് തുടച്ചിട്ട് വെക്കും. ഇപ്പൊ ഞാന് ഇതെല്ലാം ഇനി കഴുകി അതിന്റെ ആ സ്ഥാനത്ത് വെക്കട്ടെ കേട്ടോ. പണി കഴിയാനായി. ഇനിയിപ്പോ ഇതിന്റെ അടിയൊന്ന് ഇതാക്കണം. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം പിന്നെ ഒന്ന് വെള്ളം തൊട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. കിച്ചനും ബാത്റൂമും ആണ് ഇന്ന് മെയിന്. അത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തോട് തീർക്കണം, ഇല്ലെങ്കിൽ നാളെ മറ്റന്നാള് ആവൂല. ഇപ്പൊ നമ്മളെ ഈ അടിയിലെല്ലാം ക്ലീൻ ആക്കി ഇനി നമ്മൾ ചുമര് തേച്ചുക, പിന്നെ പാത്രങ്ങളെല്ലാം കഴിക്കുക. അപ്പൊ നമ്മളെ കിച്ചണിലെ പണി കഴിഞ്ഞിട്ടാ. പിന്നെ ഒന്ന് അടിച്ചൊരു തുടച്ച്. ഇപ്പൊ തന്നെ സമയം രാത്രി ഒരുപാടായി. കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിലെല്ലാം തുടച്ച് സെറ്റാക്കി ഇവിടെ എല്ലാം തുടച്ച്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. ഈ പാത്രം മാത്രമേ ഉള്ളൂ. ചുമരൊന്ന് നന്നായിട്ട് കമ്പിച്ചേരി ഇട്ടിട്ട് കഴുകണം. കമ്പിച്ചേരി ഇട്ടിട്ട് വെള്ളം കൊണ്ട് തന്നെ ഒന്ന് കഴുകി കളഞ്ഞാല് വേറെ പരിപാടി ചെയ്യും കേട്ടോ. ചുമര് ടൈലല്ലേ, അപ്പൊ നല്ല കഴുകണം. അപ്പൊ ചുമരെല്ലാം തേച്ച് ഇതാ കയ്യിലെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം തൂക്കിട്ടോ. അപ്പൊ നമ്മള് ഇനി ഈ പാത്രം ഇല്ല, ഇതും കൂടി ഉള്ളു ക്ലീൻ ആക്കാന്. ബാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ അടിച്ചൊരു തുടച്ചാൽ മതി. പിന്നെ ബാത്റൂം ഞാൻ കുളിക്കുമ്പോഴാണ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അങ്ങ് കുളിക്കാലോ. പിന്നെ നമുക്ക് സമയമില്ലായിരുന്നു. ഇപ്പൊ ഒന്നാമത് നോമ്പ് വരുന്നോണ്ട് നല്ല ജോലി ഉണ്ട് കേട്ടോ. മലയാളിന്റെ അവിടെ ക്ലീൻ ആക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് സമയമില്ലാണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ രാത്രിയാണെങ്കിൽ രാത്രി നമ്മളെ റൂം ക്ലീൻ ആക്കിയാലല്ലേ നമുക്ക് സമാധാനം കിട്ടും. അപ്പൊ ഞാൻ ഇനി അതും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ അരിച്ചേരി തുടച്ച് കുളിക്കണം. അപ്പൊ ബാത്റൂം തേച്ചു. അപ്പൊ ഇന്നത്തോടെ ഈ പരിപാടി കഴിയും. അപ്പൊ ഇത് നമുക്ക് ഇവിടുന്ന് കഴുകാൻ പറ്റൂല. എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിച്ചണിൽ പറ്റൂല. അപ്പൊ ഞാൻ ബാത്റൂം പോയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വരണം.
ഇപ്പൊ നമ്മളെ പണി കഴിയാനായി കേട്ടോ. കഴിഞ്ഞപ്പോ തന്നെ ഒരു സമാധാനമായി. അപ്പൊ കണ്ടല്ലോ, എല്ലാം ക്ലീനാക്കി. ഇനി അടിച്ചേരി തുടച്ചാൽ മതി. ഇതെല്ലാം ഒന്ന് വലിച്ചിട്ട് തുടച്ചാൽ മതി. ബാക്കിയൊരു പണിയില്ല. സ്റ്റൗ എല്ലാം ഒന്ന് കഴുകി കൊറേ കഴുകുമ്പോ എന്താന്ന് പറഞ്ഞാല് ഈ കൈ ബ്ലോക്ക് അല്ലേ, കണ്ട നരമ്പ് പൊന്തിപ്പോയി. ഇടക്ക് ഭയങ്കര വേദന. അതാണ് പ്രശ്നം. വേറൊരു കുഴപ്പമില്ല. നമുക്ക് എത്ര ജോലിയാണോ ചെയ്യുക, പക്ഷെ കുറെ ചെയ്യുമ്പോണ്ടിരിക്കുമ്പോ ഒരു വേദന അടക്കും. നമ്മള് ഇത്രയേ ഉള്ളൂ. ഇനി ആദ്യം ഒന്ന് കച്ചറ കൊണ്ടുപോയിടണം. കച്ചറ കൊണ്ടുപോയിട്ടിട്ടാ ഇനി ബാക്കി അടിക്കലും തുടക്കലും അടിച്ചു വാരിയിട്ട് കച്ചറ കൊണ്ടുപോയിടണം. ലാസ്റ്റ് കാണിച്ചു തരാം തങ്ങി എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ നമ്മളെ ഇതാ കിച്ചൺ ക്ലീനാക്കി, ഇതാ നല്ല തുടച്ച് വൃത്തിയാക്കി ചവിട്ടിയെല്ലാം ഇട്ടുട്ടോ. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു മക്കളെ. വലിയൊരു പരിപാടിയാണ് നമ്മൾ കിച്ചൺ നന്നാക്കി. ചുമരെല്ലാം നല്ല തേച്ച് കണ്ട നല്ല വൃത്തിയാക്കി. അപ്പൊ ഇനി ഇപ്പൊ ബാത്റൂമാണ്. ഇപ്പൊ ബാത്റൂമ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഞാൻ കച്ചറെല്ലാം കൊണ്ടുപോയിട്ട് കുളിക്കാൻ കയറുമ്പോ അപ്പൊ അതും ക്ലീനാക്കിയാല് നമ്മളെ പരിപാടി കഴിഞ്ഞ്. ആളെല്ലാം ഇന്നലെ ക്ലീനാക്കി. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കേട്ടോ. കുളി കഴിഞ്ഞ് തുണി ആറിട്ടിട്ടില്ല. എന്തോ ഒരു ക്ഷീണം. ഇത്രയും തുണിയാള് ഒരു ബക്കറ്റ്. വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ, നമ്മൾ കൈ കൊണ്ടല്ല അലക്കുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി ലാസ്റ്റ് വൈകിട്ട് കണ്ടോ ഫുള്ള് ക്ലീനാക്കി. അപ്പം നമ്മൾ ഫുള്ള് റൂം കാണിച്ചു തരാം. ഇത് ഫുള്ള് ഇന്നലെ ക്ലീനാക്കി, ഇന്ന് മൊത്തത്തിൽ ക്ലീനാക്കിട്ടാ കിച്ചൺ ഇത് ഇതാക്കി. പിന്നെ എന്താ നമ്മുടെ തുണിയാളെല്ലാം വലിച്ചിട്ട്, ഞാൻ വിചാരിച്ചു ഇന്നലെ വലിച്ചിടണ്ടാന്ന്, എല്ലാം വലിച്ചിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് മാത്രം നന്നാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ചുരിദാറെല്ലാം പുറത്തിടുന്നെല്ലാം ഇവിടെ വെച്ച് എല്ലാം ഒതുക്കി വെച്ചിട്ടാ. അപ്പോൾ കണ്ടല്ലോ, തുണിയാൾ ആറിടാനുണ്ട്. അതിന് ഞാൻ 5 മിനിറ്റ് ഇരുന്നിട്ട് ആറിയിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇതെല്ലാം നന്നാക്കി നമ്മൾ കിച്ചൺ കാണിച്ചു തരാം. അപ്പോൾ നോമ്പുന്നേക്കുള്ള പണി കഴിഞ്ഞു കേട്ടോ. കിച്ചൺ കണ്ടില്ലേ, കിച്ചന് സ്ഥലമില്ലാത്തതുകൊണ്ടേ നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഓരോന്നോരോന്ന് ക്ലീനാക്കിയിട്ട് കണ്ട അതെല്ലാം തുടച്ച് ഉള്ളെല്ലാം ക്ലീനാക്കി ഫുള്ള് വൃത്തിയാക്കി കേട്ടോ. ചുമരെല്ലാം നല്ല തേച്ച് ഇപ്പോൾ പണി കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം അതാ ഫുള്ള് ക്ലീനാക്കി ചുമരെല്ലാം നല്ല കഴുകി ഓരോ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെച്ച് കണ്ട ഈ പരിപാടി കഴിഞ്ഞ്. അപ്പോത്തിന് ഞാൻ തളർന്നു പോയിട്ടോ. ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞ് ഇനി തുണിയാളൊന്നും അറിയിടണം. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഇപ്പം വീഡിയോസ് എല്ലാവരും കാണുന്ന കുറവാണ്. പ്ലീസ് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഓക്കെ ബൈ ബൈ.